എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാനായിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് യൂസർ നെയിം, എന്താണ് പാസ്വേഡ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ യൂസർ നെയിമും പാസ്വേഡും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അടുത്ത പേജിൽ പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ് എന്ന് ചോദിക്കുന്നത് കാണാം. അപ്പോൾ യൂസർ നെയിം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് വഴി നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങളൊരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പറാണ് വിദ്യാർത്ഥികൾ ഇവിടെയായിട്ട്, അതായത് നിങ്ങളുടെ യൂസർ നെയിമായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ യൂസർ നെയിമായിട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അതായത് വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പറാണ് യൂസർ നെയിം. അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പറാണ് യൂസർ നെയിമായിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പാസ്വേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പാസ്വേഡ് കിട്ടിയിട്ടുണ്ടാവും. അതാണ് പാസ്വേഡ്. ഈ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് അറിയില്ല, അത് മറന്നുപോയി എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഈ ഒരു ലോഗിൻ ചെയ്യാനുള്ള പേജിന് താഴെയായിട്ട്, അതായത് ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ലോഗിൻ എന്നുള്ള ബട്ടണിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ റിക്കവർ പാസ്വേഡ് എന്നുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് വരും. ഫോർഗോട്ട് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിനുശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ ഏതാണോ അത് കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പ്ലീസ് ഫിൽ ദ ടെക്സ്റ്റ് ഫീൽഡ് ആസ് ഷോൺ ഇൻ ദ ഇമേജ്, അതായത് ഇവിടെ കാണുന്ന ഇമേജ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണുന്ന ഇമേജ് ക്ലിയർ അല്ലെങ്കിൽ ഇവിടെയുള്ള റിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് ആ ഒരു സമയത്ത് അവിടെ അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ നൽകിയത് കൊണ്ട് തന്നെ ഇവിടെ വാലിഡേറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഇവിടെ നിങ്ങൾക്ക് വാലിഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബട്ടൺ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് കാണിച്ചു തരാം. അതായത് ഇവിടെ നിങ്ങൾക്ക് വാലിഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അടുത്ത പേജിൽ സെൻഡ് ഒ ടി പി അല്ല, നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP മെസ്സേജ് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ആ ഒരു സമയത്ത് വാലിഡേറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന ഉടനെ തന്നെ ഇവിടെ OTP നൽകാനുള്ള ഒരു ഭാഗം വരും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വന്നിട്ടുള്ള OTP കൊടുക്കുക. സബ്മിറ്റ് ബട്ടൺ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗം വരും. അവിടെ നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ബോക്സിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാസ്വേഡ് കൊടുക്കുക. 8 അക്കങ്ങൾ, അതായത് 8 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ പാസ്വേഡിന്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ആ 2 ബോക്സിലും സെയിം പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ബട്ടൺ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതോടുകൂടി നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു പാസ്വേഡ് ഉപയോഗിച്ച് വേണം ഇവിടെ നിന്നും നിങ്ങൾ അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുകയും അതുപോലെ പുതുതായിട്ട് സെറ്റ് ചെയ്ത പാസ്വേഡ് നൽകുകയും ചെയ്ത്, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. അത് കൃത്യമായിട്ട് ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതായത് ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഇവിടെ കാണുന്ന ആ ഒരു ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് സെൻഡ് OTP എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ കൂടിയുള്ള അവസരം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നിങ്ങൾ സെൻഡ് OTP ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. അപ്പോൾ ആ ഒരു OTP നൽകിയ ശേഷം, അതായത് ഈ ഒരു പേജിൽ ആ ഒരു സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്ത ശേഷം OTP നൽകാനുള്ള ഭാഗം വരും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രയൽ റിസൾട്ട്സ് എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് കിട്ടിയതെന്നും കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് കാണാനും പറ്റുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അത് പച്ച കളറിലും കിട്ടിയിട്ടില്ലെങ്കിൽ ചുവപ്പ് കളറിലുമാണ് കാണാനായിട്ട് പറ്റുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ അതിൻ്റെ പ്രൊഫൈൽ പേജിലേക്ക് വരുന്ന സമയത്ത് എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ അപേക്ഷയിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രയൽ അലോട്ട്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ ഫോർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു നിങ്ങളുടെ VHSCAP വെബ്സൈറ്റിൻ്റെ ആ ഒരു സർക്കുലർ വിഭാഗത്തിലായിട്ട് നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ ഒരു തവണ മാത്രമാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൺഫർമേഷൻ ചെയ്യാൻ പറ്റുക. അതായത് ഒരു തവണ നിങ്ങൾ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ ഓപ്ഷൻ പുനഃക്രമീകരിക്കുകയോ അല്ലെങ്കിൽ പുതിയവ കൂട്ടിച്ചേർക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നേരത്തെ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് വേണമെങ്കിൽ ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ പുതിയ ഓപ്ഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ SSLC റീവാലുവേഷൻ വഴി മാർക്ക് വ്യത്യാസം വന്നിട്ടുള്ള കുട്ടികൾ ലോഗിൻ ചെയ്ത് ഗ്രേഡ് വിവരങ്ങൾ പരിശോധിച്ച് സേവ് ചെയ്ത് കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. അപേക്ഷാ വിവരങ്ങൾ അപൂർണമായി നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷ പൂർത്തിയായി
കൺഫർമേഷൻ നടത്താവുന്നതാണ്. തിരുത്തുവാൻ കഴിയുന്ന അപേക്ഷകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റിനെ നിർണ്ണയിക്കുന്ന ജാതി സംവരണ വിവരങ്ങൾ, ബോണസ് പോയിന്റ് ലഭിക്കുന്ന വിവരങ്ങൾ, താമസിക്കുന്ന പഞ്ചായത്തിൻ്റെയും താലൂക്കിൻ്റെയും വിവരങ്ങൾ എന്നിവ സംബന്ധിച്ച് നിങ്ങളുടെ അപേക്ഷ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ഇനി അപേക്ഷ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ തെറ്റുകളൊന്നും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. ഇനി റാങ്ക് പരിശോധനയാണ്. റാങ്ക് പരിശോധിക്കുമ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിലോ ആദ്യ അലോട്ട്മെൻറ്റിലോ കടന്നുകൂടാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് റാങ്ക് നമ്പർ സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് അപേക്ഷിച്ച കോഴ്സിൽ 30 സീറ്റുകൾ മാത്രമാണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ റാങ്ക് പരിശോധിക്കുമ്പോൾ 300-ലോ 400-ലോ മുകളിലുള്ള റാങ്കാണ് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ഒരിക്കലും പ്രവേശനം കിട്ടില്ലെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എന്നാൽ ഈ ഒരു ആശങ്ക നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം പ്രസ്തുത സ്കൂളിലെ കോഴ്സിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനായിട്ട് നൽകിയിട്ടുള്ള എല്ലാ അപേക്ഷകരുടെയും റാങ്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപേക്ഷകരെല്ലാം ഇതേ സ്കൂളിൽ തന്നെ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ വരണമെന്നില്ല. അപേക്ഷകരുടെ മെറിറ്റ് അനുസരിച്ച് കൂടുതൽ ഉയർന്ന അവരുടെ മറ്റ് ഓപ്ഷനുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടാം. അതിനാൽ തന്നെ താഴ്ന്ന റാങ്കുകാർക്കും അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള ഇടയുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിക്കാനിടയുണ്ട്. അതുപോലെ സ്കീം അല്ലെങ്കിൽ അതർ അല്ലെങ്കിൽ EWS നിർദ്ദേശങ്ങൾ. കേരള സംസ്ഥാനത്തിന് പുറത്തെ പരീക്ഷാ ബോർഡുകളിൽ നിന്നും 10ാം തരം വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സമയത്ത് നിർബന്ധമായും തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. EWS ആനുകൂല്യങ്ങൾ അപേക്ഷയിൽ അവകാശപ്പെട്ടിട്ടുള്ളവർ നിശ്ചിത മാതൃകയുള്ള റവന്യൂ അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ അപേക്ഷയിൽ ഉണ്ടായാൽ ബോണസ് പോയിന്റ് ലഭിക്കുന്ന വിവരങ്ങൾ, അപേക്ഷകൻ്റെ കാറ്റഗറി മുതലായവ ഉൾപ്പെടെ അലോട്ട്മെൻറ്റിനെ ബാധിക്കുന്ന ഒന്നും സർട്ടിഫിക്കറ്റിലില്ലാതെ അവകാശപ്പെടരുത്. ഇങ്ങനെ ലഭിക്കുന്ന അലോട്ട്മെൻറ്റുകൾ സർട്ടിഫിക്കറ്റുകൾ ഹാജരാകാതിരുന്നാൽ റദ്ദാകുന്നതും വിദ്യാർത്ഥിയുടെ പ്രവേശനാവസരം നഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ വിഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികൾക്കുള്ള നിർദ്ദേശങ്ങൾ. വിഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ അവരുടെ 1ാം ഓപ്ഷൻ നൽകിയിരിക്കുന്ന സ്കൂളുകളിൽ സംഘടിപ്പിച്ച സ്ക്രീനിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാനുള്ള സമയപരിധി 28/5/2025 വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ആ അഡ്മിഷൻ വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്ത് ട്രയൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പരിശോധിക്കുന്നതിനും ഓപ്ഷനുകൾ ഉൾപ്പെടെയുള്ളവ തിരുത്തലുകൾ വരുത്തുന്നതിനും സാധിക്കും. എന്നാൽ വിഭിന്നശേഷി വിഭാഗത്തിലെ അപേക്ഷാർത്ഥികൾക്ക് അപേക്ഷയിലെ വിവരങ്ങൾ മാറ്റുന്നതിന് അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.